ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി പ്ലാൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു പ്ലാനറിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നതാകും കുറേ കൂടി നല്ലത്. കാരണം ആ പ്ലാനറിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്ന പ്ലാനിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഓരോ ആൾക്കാർക്കും പല ടൈം സ്ലോട്ട്സ് ആയിരിക്കും അല്ലേ, സ്കൂൾ ആൻഡ് ട്യൂഷൻ ടൈം. അപ്പോൾ പലർക്കും പല സമയമായിരിക്കും. ഞാനിവിടെ എൻ്റെ ടൈം അനുസരിച്ചാണ് ടൈം ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യമേ പറയട്ടെ, ഇതിലെ ടൈം സ്ലോട്ട്സ് നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് അറേഞ്ച് ചെയ്താൽ മതിയാകും. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാ ഷീറ്റ് പേപ്പർ മതിയാകും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ പേപ്പർ നിങ്ങൾ എന്നും നോക്കാറുള്ള ഒരു വോളിൽ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുന്നതാവും നല്ലത്. ഈ ഒരു സ്റ്റഡി പ്ലാൻ നിർമ്മിക്കുന്നതിനാവശ്യമായി 2 ഷീറ്റ് പേപ്പർ വേണം. അതിൽ ഒന്ന് വർക്കിംഗ് ഡേയ്സ് ടൈം ടേബിളും മറ്റൊന്നിൽ സ്റ്റഡി സെഷൻസിൽ നമ്മൾ പഠിക്കാനുള്ള സബ്ജക്റ്റിൻ്റെ ഓർഡറുമാണ്. ആദ്യം തന്നെ വർക്കിംഗ് ഡേയ്സ് ടൈം ടേബിളിനെ കുറിച്ച് പറയാം. വർക്കിംഗ് ഡേയ്സിൽ എനിക്ക് ട്യൂഷൻ 7 to 8 AM വരെയും സ്കൂൾ ടൈം 9 to 4:30 PM വരെയുമാണ്. അതുകൊണ്ട് തന്നെ ഹോൾ ക്ലാസ് ടൈം ആയി ഞാനിവിടെ 7 AM to 5 PM വരെയാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആയതുകൊണ്ടും എനിക്ക് രാവിലെ എത്ര നേരത്തെ വേണമെങ്കിലും എഴുന്നേൽക്കാൻ കഴിയുന്നതുകൊണ്ടും ഞാൻ കുറച്ചൊരു സ്ലോ ലേണർ ആയതുകൊണ്ടും ഇവിടെ വേക്കപ്പ് ടൈം മോർണിംഗ് 3 AM ആണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾ അഥവാ ഒരു നൈറ്റ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് നൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ അധികം സമയത്തിൻ്റെ ആവശ്യമില്ലെങ്കിലോ പോർഷൻസ് കുറവാണെങ്കിലോ നിങ്ങൾക്ക് ടൈം സ്ലോട്ട്സിൽ ചേഞ്ച് വരുത്താവുന്നതാണ്. അപ്പോൾ വേക്കപ്പ് ടൈം 3 AM ആണ്. അപ്പോൾ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി സെഷനും സ്റ്റാർട്ട് ചെയ്യുന്നത് 3 AM to 4:30 AM. അതിനുശേഷം ഒരു ഹാഫ് ആൻ അവർ ബ്രേക്കാണ് 4:30 AM to 5 AM. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചായ കുടിക്കാം, മെഡിറ്റേഷൻ ചെയ്യാം, എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ശേഷം 5 AM to 6 AM സെക്കൻഡ് സ്റ്റഡി സെഷനാണ്. ഈ സ്റ്റഡി സെഷനിലൊക്കെ എന്ത് പഠിക്കണം എന്നൊക്കെ ഞാൻ പിന്നീട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 6 AM to 6:30 AM ഒന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് ട്യൂഷനും സ്കൂളിലൊക്കെ പോകാം. ഇനി 5 PM തിരിച്ച് വീട്ടിലെത്തിയാൽ 5 PM to 6 PM ബ്രേക്കാണ്. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാം, ഫ്രഷ് ആകാം, രാവിലെ നേരത്തെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ ഒരു നാപ്പ് എടുക്കാം, എക്സെട്ര. അതിനുശേഷം തേർഡ് സ്റ്റഡി സെഷനാണ് 6 PM to 7:30 PM. ഈ സമയത്ത് നിങ്ങൾ സ്കൂളിലും ട്യൂഷനിലും എടുത്ത പോർഷൻസ് പഠിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പ്രെയർ ചെയ്യാനൊക്കെ ഒരു 15 to 20 minutes ബ്രേക്ക് എടുക്കാം കേട്ടോ. അതും കഴിഞ്ഞാൽ 7:30 to 8 PM ഒരു ബ്രേക്കാണ്. നിങ്ങൾക്ക് ആ സമയം ഡിന്നർ കഴിക്കാം, ഫാമിലിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാം, എക്സെട്ര. പിന്നെ നെക്സ്റ്റ് സ്റ്റഡി സെക്ഷൻ ആണ് 8 PM to 9:30 PM. ഈ സമയം നിങ്ങൾക്ക് ഹോംവർക്ക്സ്, അസൈൻമെൻറ്റ്സ്, നോട്ട് കംപ്ലീറ്റിംഗ് ഒക്കെ ചെയ്യാം. അതേപോലെ വീഡിയോ ക്ലാസ്സസ് കാണാം, ടെസ്റ്റ് പേപ്പർ അഥവാ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പഠിക്കാം, ലാംഗ്വേജ് സബ്ജക്ട്സ് ഒക്കെ ടെക്സ്റ്റ് റീഡ് ചെയ്യാം, അങ്ങനെ. ഇനി 9:30 to 10 PM ഇന്ന് പഠിച്ച പോർഷൻസ് റിവൈസ് ചെയ്യുക, നാളത്തേക്കുള്ള ടു ഡു ലിസ്റ്റ് എഴുതുക. ശേഷം ബുക്സൊക്കെ നാളത്തേക്കുള്ളത് ബാഗിൽ അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു 10 PM ആകുമ്പോഴേക്കും ഉറങ്ങുക. ഇതാണ് നമ്മുടെ സ്കൂളിലുള്ള ഒരു ദിവസത്തെ സ്റ്റഡി ടൈം ടേബിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ ടൈം ടേബിളിൽ 4 സ്റ്റഡി സെഷൻസ് ഉണ്ട്. അതിൽ തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റഡി സെഷൻസ് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം പറഞ്ഞു. ഇനി ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റഡി സെഷനിൽ എന്തൊക്കെ പഠിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ സ്ട്രീം മാത്സ് ഗ്രൂപ്പ്ഡ് കൊമേഴ്സ് ആണ്. അപ്പോൾ എനിക്കുള്ള കോഴ്സ് സബ്ജക്ട്സ് എന്ന് പറയുന്നത് അക്കൗണ്ടൻസി, എക്കണോമിക്സ്, ബിസിനസ് സ്റ്റഡീസ്, മാത്തമാറ്റിക്സ് ഒക്കെയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ടൈം ടേബിളിൽ അതിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി നൽകുന്നത്. ബാക്കിയുള്ളതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല. ഇപ്പോൾ ബാക്കിയുള്ളത് ലാംഗ്വേജസ് ആണ്. ലാംഗ്വേജസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ വീക്കിൽ 1 day കൊടുത്താൽ മതിയാകും. ലാംഗ്വേജിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടെക്സ്റ്റ് റീഡിംഗ് ആണ്. അത് നമ്മൾ കൂടുതൽ ചെയ്യേണ്ടത് സ്കൂൾ പോർഷൻസ് പഠിക്കുന്ന സമയത്താണ്. എല്ലാ ദിവസവും സ്കൂൾ പോർഷൻസ് പഠിക്കുമ്പോൾ കുറച്ച് കൂടുതൽ സമയം ലാംഗ്വേജ് സബ്ജക്ട്സിന് നൽകുക.
അപ്പോൾ കോർ സബ്ജക്ട്സിന് കൂടുതൽ സമയവും ലാംഗ്വേജിനും ആവശ്യമായ സമയവും ലഭിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റഡി സെഷനിൽ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മൺഡേ അക്കൗണ്ടൻസി, ട്യൂസ്ഡേ എക്കണോമിക്സ്, വെനസ്ഡേ ബിസിനസ് സ്റ്റഡീസ്, തേഴ്സ്ഡേ മാത്തമാറ്റിക്സ്, ഫ്രൈഡേ ഇംഗ്ലീഷ്. അതേപോലെ സെക്കൻഡ് സ്റ്റഡി സെഷനിൽ മൺഡേ മാത്തമാറ്റിക്സ്, ട്യൂസ്ഡേ ബിസിനസ് സ്റ്റഡീസ്, വെനസ്ഡേ അക്കൗണ്ടൻസി, തേഴ്സ്ഡേ എക്കണോമിക്സ്, ഫ്രൈഡേ ഹിന്ദി. ഒരിക്കലും ഫസ്റ്റ് സ്റ്റഡി സെഷനും സെക്കൻഡ് സ്റ്റഡി സെഷനും ഒരേ സബ്ജക്റ്റ് എടുക്കരുത്. കാരണം തുടർച്ചയായി ഒരേ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് ബോർ തോന്നുകയും നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി നിങ്ങളിപ്പോൾ ഏത് സ്ട്രീം എടുത്തവരായാലും പഠിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നിങ്ങളുടെ സബ്ജക്ട്സ് ഓരോ ദിവസവും അറേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ഫൈനൽ കൺക്ലൂഷനായി ടൈം ടേബിൾ ചാർട്ട് ഇവിടെ നൽകുകയാണ്. ഈ വീഡിയോ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. താങ്ക്